ബാക്ക്ലാഷ് അടിക്കാനുള്ള ചാൻസ് കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കൈ ഇങ്ങനെ ചെരിച്ച് പകുതി ഇടും. അപ്പോൾ 10 നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ 5 നമ്പർ ബാക്ക്ലാഷ് അടിക്കാനൊക്കെ ചാൻസ് കൂടുതല. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പരിപാടി ബൈക്കാസ്റ്റ് എങ്ങനെ സിമ്പിളായിട്ട് അറിയാൻ പഠിക്കുക എന്നുള്ള, ചെറിയ സമയം കൊണ്ട് സിമ്പിളായിട്ട് എങ്ങനെ അറിയാൻ പഠിക്കുക എന്നുള്ള. ബൈക്കാസ്റ്റ് അറിയാൻ പഠിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഈ തമ്പാർ. 2, ഇവിടെ ഒരു ടെൻഷൻ നോബ് എന്ന് പറയുന്നൊരു നോബ് ഉണ്ടാവും. അതുപോലെ തന്നെ ചില റെയിലിന് ഇവിടെ മാഗ്നറ്റ് ഉണ്ടാവും. പൊതുവേ ഈ ഒരു പോർഷൻ്റെ അകത്തായിരിക്കും മാഗ്നറ്റിൻ്റെ സിസ്റ്റം ഇരിക്കുന്നത്. പക്ഷേ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ചില മെഷീൻ്റെ ഈ ഭാഗത്തും ചില മെഷീൻ്റെ ഇതുപോലെ അടിഭാഗത്തും ചിലത് ഇവിടെ മുകളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്പറുകൾ കൊടുത്തിട്ടുണ്ടാവും. 1, 2, 3 എന്നൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് ഈ സ്പൂളിനെ ടൈറ്റ് ചെയ്യുന്നത് ടെൻഷൻ നോബും ഈ സ്പൂളിൻ്റെ കറക്കത്തിനെ കറക്റ്റാക്കുന്നത് ഈ ബ്രേക്ക് എന്ന് പറയുന്ന സാധനം, ഇവിടുത്തെ മാഗ്നറ്റ് എന്ന് പറയുന്ന സംവിധാനം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പിന്നിങ് റീലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പൂളിൽ ബ്രൈഡ് ചുറ്റിക്കഴിഞ്ഞാൽ കാസ്റ്റ് ചെയ്യുമ്പോൾ ബ്രൈഡ് മാത്രമായിരിക്കും ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്, സ്പൂൾ കറങ്ങില്ല. ബൈക്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാസ്റ്റ് ചെയ്ത ആ സ്പൂള് ചുറ്റിയിരിക്കുന്ന നൂല് ചുറ്റിയിരിക്കുന്ന സ്പൂള് സഹിതം കറങ്ങും. കണ്ടോ, ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, സ്പൂള് സഹിതം ഇങ്ങനെ കറങ്ങും. അപ്പം ബാക്ക്ലാഷ് അടിക്കാനുള്ള ചാൻസസ് ഇതിന് കൂടുതലാണ് സ്പിന്നിങ്ങിനെ അപേക്ഷിച്ച്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഈ ടെൻഷൻ നോബും ഈ ബ്രേക്ക് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ സ്പൂള്, ഇതിൻ്റെ ഒരു സ്പീഡുണ്ട്. നമ്മൾ ഇട്ടിരിക്കുന്ന ഫ്രോഗ് ആണെങ്കിലും ഷാഡാണെങ്കിലും എന്താണെങ്കിലും അത് ഇതിൽ നിന്ന് ഇറങ്ങി പോകുന്നതിൻ്റെ സ്പീഡ് നമുക്ക് കറക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ലൂറ് ഫ്രണ്ടിൽ കിടപ്പുണ്ട്, നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു കറക്കം ഇത് കറക്റ്റ് ചെയ്യണം. അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ ടെൻഷൻ നോബ് ടൈറ്റ് ചെയ്യുക. ഓക്കെ, കുറച്ചും ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ തമ്പാർ പ്രസ് ചെയ്തിട്ടും ഇത് കറങ്ങുന്നില്ല. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കറക്കി വിട്ടാലേ കറങ്ങുള്ളൂ. അപ്പോൾ എന്താ, ഈ ടെൻഷൻ നോബ് പതുക്കെ ഇങ്ങനെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക, കുറേശ്ശെ ലൂസ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ഇങ്ങനെ ലൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഫ്രീ ആയിട്ട് കറങ്ങുന്നൊരു ഇത് വരും. കണ്ടോ, അപ്പോൾ അത് ഫ്രീ ആയിട്ട് കറങ്ങി ആണല്ലോ. ഇതാണ് അതിൻ്റെ കറക്റ്റ് കണക്ക്. പിന്നെ ഈ ബ്രേക്ക് ഇതെപ്പോഴും ഞാനിപ്പോൾ 1-ലാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ കറക്റ്റ് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1-ലിട്ടിരിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ ഒരു പകുതി ഇടുക. അപ്പോൾ 10 നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ 5 നമ്പറാക്കി ഇടുക. അപ്പം പകുതി ഇടുക. അപ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. ടെൻഷൻ നോബും കറക്റ്റ് ചെയ്യുക. പിന്നെ കാസ്റ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ സ്പിന്നിങ്ങിൽ നിന്ന് വരുന്നവരെപ്പോഴും റീൽ ഇവിടെ അടിഭാഗത്തായിരിക്കും. നമ്മളിപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിച്ച് തന്നെ കാസ്റ്റ് ചെയ്ത് നമ്മുടെ കൈ ഇങ്ങനെ ആയിരിക്കും. പക്ഷേ നമുക്ക് ബൈക്ക് കാസ്റ്റിൽ ഇങ്ങനെ പിടിച്ച് കാസ്റ്റ് ചെയ്താൽ ബാക്ക്ലാഷ് അടിക്കാനൊക്കെ ചാൻസ് കൂടുതല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബൈക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിക്കുക, ഈ പൊസിഷനിൽ പിടിക്കുക. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ഹാൻഡിൽ നേരെ അടിയിലോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാസ്റ്റ് ചെയ്യുക. കണ്ടോ, പോയതുണ്ടോ? ഇത്രേ ഉള്ളൂ പരിപാടി. അതേപോലെ തന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തമ്പാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ തമ്പുകാരിലുണ്ടല്ലോ, ഈ തമ്പുകാരിൽ ജസ്റ്റ് ഈ നമ്മുടെ സ്പൂളിലൊന്ന് ടച്ച് ചെയ്ത് വെക്കുക. ഓക്കെ, ടച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക, ടച്ച് ചെയ്യുക, കാസ്റ്റ് ചെയ്യുക. കണ്ടോ, പോയത് കണ്ടോ. പിന്നെ അതുപോലെ തന്നെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഈ തമ്പാർ നമ്മൾ പ്രസ് ചെയ്തു, അതായത് നമ്മൾ ഹാൻഡ് തമ്പ് കൊണ്ട് ഈ ഒരു വിരൽ കൊണ്ട് നമ്മൾ ടെൻഷൻ നോബിൽ അല്ല നമ്മുടെ സ്പൂളിൽ ഇങ്ങനെ പിടിച്ചു. എറിയുന്ന സമയത്ത് നമ്മളിത് കൈ റിലീസ് ചെയ്യുമല്ലോ, ഈ റിലീസ് ചെയ്യുന്നത് ഫുള്ള് ഇങ്ങനെ മാറ്റരുത്. ജസ്റ്റ് ഇതിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ, അതായത് ഇങ്ങനെ ടച്ച് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ സ്പൂളിൻ്റെ മുകളിൽ കൈ ഒന്ന് ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ ഉണ്ടാകുന്ന വെച്ചാലോ ഇച്ചിരി ഓവറായിട്ടൊക്കെ സ്പീഡിൽ എറിയുമ്പോൾ ഈ ബ്രൈഡ് ചിലപ്പോൾ ഇങ്ങനെ മേളിലോട്ട് പൊങ്ങി വരും. അപ്പോൾ അത് അവിടെ നമ്മുടെ കയ്യിൽ തട്ടിയിട്ട് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ബാക്ക്ലാഷ് അടിക്കാനുള്ള ചാൻസ് കുറച്ചൊക്കെ ഒന്ന് കുറയും. ഓക്കെ, അതൊന്ന്. പിന്നെയെന്ന് പറഞ്ഞാൽ ബൈക്കാസ്റ്റ് റീൽ എറിയുമ്പോൾ ഒരിക്കലും സ്പിന്നിങ്ങിൽ എറിയുന്ന പോലെ ഭയങ്കര പവറിലൊന്നും എറിയണ്ട. ഓക്കെ, ബൈക്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് അറിയാനുള്ളത്. നമ്മൾ എന്താ ചെയ്യുക, കറക്റ്റ് എടുക്കുക, ഇങ്ങനെ സിമ്പിളായിട്ട് അങ്ങ് എറിയുക. അപ്പോൾ തന്നെ അങ്ങ് പൊക്കോളും. ഇത്രേ ഉള്ളൂ. അപ്പോൾ അത് വെയിറ്റ് കൂടുന്ന ഫ്രോഗ് ആണെങ്കിലും വെയിറ്റ് കുറഞ്ഞ ഫ്രോഗ് ആണെങ്കിലും അത് അങ്ങനെ എറിയുമ്പോൾ ആ രീതിക്ക് അത് പോവും ആണല്ലോ. സിമ്പിളായിട്ടത് നടക്കും. ഇതാണ് ബൈക്കാസ്റ്റ് എറിയുന്ന രീതി. ഇത്രയേ ഉള്ളൂ. ഒരു മാക്സിമം പോയ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഇത്രയും മതി ഇത് പഠിക്കാനായിട്ട്, സിമ്പിളായിട്ട് പഠിക്കാനായിട്ട്, ബൈക്കാസ്റ്റ് എറിയാൻ പഠിക്കാൻ. ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി ടെൻഷൻ നോബും ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ലൂറ് പോകുന്ന സ്പീഡ് കറക്റ്റ് ചെയ്യുക. അതുണ്ടോ, അപ്പോൾ കറക്റ്റാണ്. അതുപോലെ കറക്റ്റ് ചെയ്യുക. അതിനുശേഷം തമ്പാർ പ്രസ് ചെയ്യുക. തമ്പാർ പ്രസ് ചെയ്തതിന് ശേഷം സ്പൂളിൽ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പിടിക്കുക. ഓക്കെ, ടച്ച് ചെയ്ത് പിടിക്കുക. കൈ ഇങ്ങനെ ചെരിച്ച് പിടിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കൈ ഇങ്ങനെ ചെരിച്ച് തന്നെ പിടിക്കണം. ചെരിച്ച് പിടിക്കുക. നമ്മൾ സ്പിന്നിങ് എറിയുന്ന പോലെ തന്നെ അങ്ങോട്ട് എറിയുക. കണ്ടോ, പോയ ഇത്രേ ഉള്ളൂ പരിപാടി. എന്നിട്ട് തിരിച്ച് റിട്രീവ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇതാണ് ബൈക്കാസ്റ്റ് അറിയാൻ പഠിക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും മനസ്സിലാവുന്ന രീതിയിലും പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു മെത്തേഡ്. ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സക്സസ് എന്തായാലും കമൻ്റായിട്ട് നിങ്ങൾ പറയുക.